1300കളുടെ അവസാനത്തിലും 1400കളുടെ ആരംഭത്തിലും ജീവിച്ചിരുന്ന ഒരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ. ആളുകളെ ഈ മനുഷ്യൻ ഉയർപ്പിച്ചിട്ടുണ്ട്. 49 വയസ്സുള്ള സമയത്ത് ഒരു മാരക രോഗം പിടിവിട്ട് മരിക്കാൻ കിടക്കുകയാണ്. കാലിലൊരു വലിയ രോഗം പിടിവിട്ടു, അത് പിന്നീട് ശരീരത്തേക്ക് വ്യാപിച്ചു. അങ്ങനെ മരണാസന്ന നില കിടക്കുന്ന ഈ വിൻസെന്റ് ഫെറർ എന്ന അച്ഛന്റെ അടുത്തേക്ക് കർത്താവ് ഈശോ മിശിഹായും വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കൂടെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വിൻസെന്റ് ഇപ്പൊ മരിക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ചാളൂടെ ഓടാൻ പറഞ്ഞു. പോയി എല്ലായിടത്തും പോയി ജനങ്ങളോട് അനുതപിക്കാൻ പ്രസംഗിക്കാൻ പറഞ്ഞു. അനുതാപത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ മരിക്കാൻ കിടക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അപ്പാ പ്രസംഗിക്കുന്നേ, നിന്നെ ഇപ്പൊ സുഖപ്പെടുത്താന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് ഈശോ മിശിഹാ കരനീട്ടി തൊട്ടു, രോഗക്കിടക്കയിൽ എഴുന്നേറ്റു. പിന്നെ ഒരു 10-15 കൊല്ലം തീപ്പന്തം പോലെ ജീവിച്ച സാധാരണമായ അത്ഭുത ശക്തിയുള്ള ഒരു മനുഷ്യൻ, വലിയ വിശുദ്ധൻ, വലിയ വിശുദ്ധൻ. അപ്പൊ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കും, അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന അദ്ദേഹത്തിന്റെ ടീമിൽപ്പെട്ട ഒരു ചേട്ടന്റെ ഭാര്യ മാനസിക രോഗിയായിരുന്നു. ആ മാനസിക രോഗിയായ സ്ത്രീ ഉന്മാദത്തിന്റെ ആധിക്യത്തിൽ സ്വന്തം മകന്റെ കഴുത്തറുത്തിട്ട് അവനെ പല കഷണങ്ങളായിട്ട് 6 കഷണങ്ങളായിട്ട് മുറിച്ച് ഒരു കഷണം എടുത്ത് അടുപ്പേ വെച്ച് വേവിച്ചു പുഴുങ്ങിയെടുത്തു. മനുഷ്യൻ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ കാണുന്ന ഈ കാഴ്ചയാണ്. വേവലാതിപ്പെട്ടുകൊണ്ട് ഓടിപ്പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമഹത്വത്തിനായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് വിശുദ്ധ വിൻസെന്റ് ഫെറർ ഓടി വന്നിട്ട് ഈ പുഴുങ്ങിയതുൾപ്പെടെയുള്ള 6 പീസസ് എടുത്ത് ചേർത്ത് വെച്ചിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരാൻ പറഞ്ഞപ്പോ കുട്ടി ജീവനോടെ എഴുന്നേറ്റ് വന്നു. ഒരു സിനഗോഗിൽ പോയി പ്രസംഗിച്ചിട്ട് 10,000-ഓളം യഹൂദന്മാരെ മാനസാന്തരപ്പെടുത്തി ആ സിനഗോഗ് കത്തോലിക്ക പള്ളിയായിട്ട് മാറി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യഹൂദൻ ഇദ്ദേഹം ഈ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ആ യഹൂദൻ എഴുന്നേറ്റിട്ട്, അപ്പൊ ഇയാൾ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്ഥലമില്ലാത്തവൻ ആളുകൾ പറഞ്ഞു, ചേട്ടാ അവിടെ ഇരിക്കും, തീർന്നിട്ട് പോകാൻ പറഞ്ഞു, ഒന്ന് ഇരിക്കും, ഞങ്ങൾക്ക് കാണുന്നില്ല, വിശുദ്ധനെ കാണുന്നില്ല. അപ്പോ ഇയാൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പോൾ വിൻസെന്റ് ഫെറർ പറഞ്ഞു, മാറിക്കൂടെ, അയാൾ പൊക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എഴുന്നേറ്റ് അയാൾ നടന്നു പോകുന്ന സമയത്ത് പള്ളിയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്ന് ഇയാളുടെ തല വീണ് അയാൾ അവിടെ അങ്ങ് മരിച്ചു. നിങ്ങളൊന്നും ബഹളമൊന്നും വെക്കേണ്ട, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഇയാൾ പെടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ലോകത്തൊരു ദൈവം ഉള്ളൂ, അവന്റെ പേര് യേശുക്രിസ്തു എന്നാന്ന് പറഞ്ഞു. ഏലിയ എന്ന പേര് സ്വീകരിച്ച് മാമോദീസ മുങ്ങി. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ കെട്ടുകഥയാന്ന് തോന്നുന്നു. കേൾക്കുമ്പോ ഇങ്ങനെ 30-ലധികം പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോ കെട്ടുകഥയാന്ന് തോന്നും. അതായത് അവരൊക്കെ വിളിക്കുമ്പോ കർത്താവ് വരുമെന്ന് ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ.